ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ ഒരു ഡസൻ കുടുംബക്കാർ നെടുമ്പരക്കൽ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ ബാലചന്ദ്രനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ബാലചന്ദ്രൻ വഴങ്ങി കൊടുക്കുന്നില്ല. ബാലചന്ദ്രൻ തിരിച്ചും നല്ല തരത്തിൽ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ വൈജയുടെ വീട്ടുകാരും. വേറൊരു വഴിയില്ലാണ്ട് വൈജയുടെ ആങ്ങള, അതായത് ശിവേട്ടനൊരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലീനയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കുക, ബാലചന്ദ്രനും അലീനയ്ക്കും എതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുക. അതും അലീനേനെ അത്രയും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കേട്ടോ. തൻ്റെ വീട്ടിൽ തൻ്റെ ഭർത്താവ് ഒരു വേശ്യയായിട്ടുള്ള സ്ത്രീനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം നശിപ്പിക്കുകയാണ്, കുട്ടികളെയൊക്കെ അത് തെറ്റായ രീതിയിലേക്ക് പോവാൻ പ്രേരിപ്പിക്കും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആലോചിക്കുക. അങ്ങനെ ഒരു ഐഡിയ ശിവേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിനോട് ബാക്കിയുള്ള ഒപ്പം വന്നിട്ടുണ്ടായിരുന്ന ആളുകളും യോജിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട് ശരിയാണ്, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ പോലീസുകാർ വന്ന് അന്വേഷിച്ച് അലീനേനെ പുറത്താക്കും. നിന്റെ സുരക്ഷ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയൊക്കെ പോലീസുകാർ കണക്കിലെടുത്തിട്ട് ബാലചന്ദ്രനിൽ നിന്ന് അലീനേനെ പുറത്താക്കാനുള്ള ഒരു വഴി, അത് നല്ല വഴിയാണ് എന്നൊക്കെ കൂടെ വന്നവരും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അലീനയെ കുറിച്ച് അവർ വന്ന് അന്വേഷിക്കുമ്പോൾ നിന്റെ മക്കളും അവൾ മോശക്കാരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ വൈജ പറയുന്നുണ്ട് രോഹിയും പവിയൊക്കെ കുഴപ്പമില്ല, രോഹിത്തും പവിതയൊക്കെ സമ്മതിക്കും, പക്ഷെ കൃഷ്ണമോളുടെ കാര്യത്തിലാണ് ഒരു ടെൻഷൻ, അവൾ അത് സമ്മതിച്ച് തരില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ കൃഷ്ണനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പോകുന്നുണ്ട്. അതിന് മുന്നേ കൃഷ്ണ വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണ സ്കൂളിലൊക്കെ പോയി കൃഷ്ണ വരുന്നുണ്ട്. കൃഷ്ണയോട് അലീനേനെ ഒന്ന് വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട് അലീനയോട് കൂടി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനേനെ വിളിക്കാൻ വേണ്ടി കൃഷ്ണ മുകളിലേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ അലീനേനെ താഴത്തേക്ക് ഇറക്കി വിടില്ല കേട്ടോ. അവരോട് പോയി പണി നോക്കാൻ പറയുക. അവർ ഇനി ആരെയും കാണണ്ട, അവരെ ഞാൻ ഇറക്കി വിട്ടതല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോൾ തിരിച്ചു വരുന്നുണ്ട്. അച്ഛൻ അലീന ചേച്ചീനെ കാണാൻ സമ്മതിക്കില്ല എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നൈസായിട്ട് നമ്മുടെ കൃഷ്ണേനെ കയ്യിലെടുക്കാനുള്ള വഴികൾ വൈജ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കൃഷ്ണേനെ പറഞ്ഞ് തൻ്റെ വഴിക്കാക്കണം. ഒരു 2 ദിവസം റിസോർട്ടിൽ പോയി താമസിച്ചതിന് ശേഷമാണല്ലോ വൈജയുടെ ഒപ്പം നിന്നിരുന്ന കൃഷ്ണ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ ബാലചന്ദ്രൻ ചെയ്യുന്നത് ശരിയാണെന്ന് കൃഷ്ണമോള് വാദിക്കുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. എങ്ങനെയെങ്കിലും കൃഷ്ണനെ തൻ്റെ സൈഡിലാക്കണം, എന്നിട്ട് അലീനേനെ പുറത്താക്കാനും താൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ അവളെ പറഞ്ഞു കൊടുക്കണം, അവളുടെ സപ്പോർട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്നൊരു ചിന്തയായി രോഹിത്തിനും ബബിതയ്ക്കും വൈജയ്ക്കും. അങ്ങനെ ബബിത വന്ന് കൃഷ്ണയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല പ്രശ്നമായി, അച്ഛനെ അങ്ങനെ അലീനേനെ വിട്ടുകൊടുക്കില്ല, അച്ഛൻ്റെ മകളായിട്ട് അലീന നിൽക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്, അതിന് സമ്മതമല്ലാത്തവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു. എല്ലാവരെയും അച്ഛൻ ഇൻസൾട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അച്ഛനെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ആ അങ്കിൾമാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് അമ്മേനെ ഒരുപാട് അച്ഛൻ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണയ്ക്ക് ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും കൃഷ്ണ പറയുന്നുണ്ട് അച്ഛൻ അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അലീന ചേച്ചി പോകണമെന്ന് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. അമ്മയ്ക്ക് ഒന്ന് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ നാണം കെട്ടി ഇറങ്ങി പോകേണ്ട അവസ്ഥയൊന്നും വരില്ലായിരുന്നല്ലോ എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. കൃഷ്ണ നല്ല ബോൾഡായിട്ട് മറുപടി കൊടുക്കുന്ന കുട്ടിയായതുകൊണ്ട് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട് എന്തൊക്കെ ആയിക്കോട്ടെ, നീയും എന്തിനാ അലീനേനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് വൈജ വന്നിട്ട് കൃഷ്ണേനെ വിളിച്ചു കൊണ്ടിട്ടോ. എന്നിട്ട് കൃഷ്ണനോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അലീന ഇവിടെ നിൽക്കാൻ പറ്റില്ല, അലീനനെ പറഞ്ഞു വിടില്ല എന്ന് നിന്റെ അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വേറൊരു വഴി കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ കേസ് കൊടുക്കാം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഒരു വേശ്യനെ ബാലചന്ദ്രൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുട്ടികൾക്കൊക്കെ മോശമായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അവർക്കൊക്കെ അതൊരു കുഴപ്പമാണ്, നല്ല രീതിക്ക് എൻ്റെ കുട്ടികളെ വളർത്താൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക. അങ്ങനെ ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് അന്വേഷിച്ച് അലീനേനെ പുറത്താക്കിക്കോളുന്നു. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്, നിങ്ങളാരും അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കരുത്. ബബിതയ്ക്കും രോഹിത്തിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നീയും എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് വൈജയന്തി സോഫ്റ്റായിട്ട്
കൃഷ്ണയോട് പറയുന്നുണ്ട്. അത് കേട്ട പാടി കൃഷ്ണ ആകെ ഷോക്കാവാണ് ട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ദേഷ്യത്തിൽ തന്നെ കൃഷ്ണ മറുപടി ഒരുക്കുന്നുണ്ട്. അമ്മ ഇത്രയും ചീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയോ? അവരങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് അമ്മ അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണോ? അലീന ചേച്ചീനെ അങ്ങനെയാണോ അമ്മ കണ്ടിരിക്കുന്നത്? നമ്മുടെ അച്ഛനെ അങ്ങനെയാണോ അമ്മ കണ്ടിരിക്കുന്നത്? അച്ഛനെ കുറിച്ച് അങ്ങനെ ഒരു മോശം കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നത്? ഒന്നില്ലെങ്കിൽ രോഹിയേട്ടനേക്കാളും 1-2 വയസ്സ് കൂടുതലല്ലേ അലീന ചേച്ചിക്കുള്ളൂ. അമ്മയുടെ മകളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. എന്നിട്ടും എന്തിനെങ്ങനെ ഒരു ദുഷിച്ച ചിന്ത അമ്മയുടെ മനസ്സിൽ എങ്ങനെ വന്നു? ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മയ്ക്ക് ഒരു നല്ല രീതിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണ നന്നായിട്ട് വൈജയന്തിനെ ആട്ടുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും അലീന ചേച്ചീനെയും കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് പുറത്താക്കാനാണെങ്കിലും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചീപ്പായിട്ട് ചിന്തിക്കുന്നവർക്കേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. എൻ്റെ അമ്മ ഇത്രയും തരം താഴ്ന്നു പോയോ? അമ്മ ഈ ചെയ്യുന്നതൊക്കെ എന്താന്ന് അമ്മയ്ക്ക് വല്ല ബോധ്യമുണ്ടോ? അല്ലെങ്കിൽ അമ്മ ഇതൊക്കെ ആരോടെ ചെയ്യുന്നതെന്ന് അമ്മ അറിയുന്നുണ്ടോ? നാളെ ഇതിനൊക്കെ അമ്മ റിഗ്രറ്റ് ചെയ്യുന്നൊരു ദിവസം വരും. അലീന ചേച്ചി ആരാ എന്താന്ന് അറിയാതെയാണ് അമ്മ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ കൃഷ്ണ വാവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷ്ണന്റെ വായിന്ന് പലതും വരുന്ന ഒരു അവസ്ഥയായിട്ടോ. കൃഷ്ണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണ പറയുന്നത്, ഇതിനെന്തായാലും ഞാൻ കൂട്ടിക്കില്ല. വേറെ എന്ത് കാര്യത്തിനാണെച്ചാലും അന്ന് അലീന ചേച്ചിനെ ഇവിടുന്ന് പുറത്താക്കാൻ ഞാൻ കൂട്ടു നിന്നു. പക്ഷെ അതുപോലെയൊന്നും അല്ല ഇത്. അമ്മയുടെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം പെൺകൊച്ചിനും ജീവിതം വെച്ച് കളിക്കാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ അച്ഛനെയും അലീന ചേച്ചിനെയും കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവരങ്ങനെ ഒരു രീതിക്കൊന്നും പോവില്ല എന്നറിയാം. അച്ഛൻ എങ്ങനെയാണ് അലീന ചേച്ചീനെ കാണുന്നതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നെയും ബബിത ചേച്ചീനെയൊക്കെ പോലെ തന്നെയാണ് അച്ഛന് അലീന ചേച്ചിയും. അല്ലാതെ അവർ തമ്മിൽ ഒരു മോശമായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അമ്മയുടെ വാശി നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അമ്മയ്ക്ക് തന്നെ പറ്റുള്ളൂ എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ വൈജിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ അച്ഛൻ്റെ മോള് തന്നെയാണ്. നീ അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഇവിടെ നടക്കുന്നത് നാട്ടുകാർ പറയുന്നു നീ അറിയണ്ട. നിനക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ അച്ഛനും അത് അറിയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് വന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെയും സ്വന്തം അമ്മേനെ തള്ളിപ്പറയാൻ നിനക്കും പറ്റുന്നുണ്ടല്ലേ എന്നൊക്കെ വൈദ്യ ചോദിക്കുമ്പോൾ, ഇനി ആരാ അമ്മേനെ തള്ളിപ്പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ? അച്ഛൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അച്ഛൻ്റെ കൂടെ വൈദ്യ ചേച്ചിയുടെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ. അതിനിപ്പോൾ ആരൊക്കെ വന്ന് പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നേരെ ഏതാ സത്യം ഏതാന്നൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ലല്ലോ. എനിക്ക് അമ്മോടും പറയാനില്ല. പിന്നെ അമ്മാതിരി കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഈ വീടിന് പുറത്താവും കേട്ടോ. അതും കൂടി അമ്മ ആലോചിച്ചോ. പിന്നെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് അമ്മയ്ക്കൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല എന്നൊക്കെ കർശനായിട്ട് വൈജയനെ വാൺ ചെയ്തിട്ടാണ് കേട്ടോ കൃഷ്ണ പോകുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയും വെള്ളത്തിലായ പോലെ ആയി. എന്തായാലും അത്ര ചീപ്പായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ലാന്ന് വൈജിക്കും തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അലീനെ പുറത്താക്കാൻ വേറെ ഒരു വഴിയില്ല. ഏട്ടന്മാർ വന്നിട്ടോ കുടുംബക്കാർ വന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ലാതായപ്പോൾ വൈജയന്തി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ കൃഷ്ണമോൾ ഓരോ സൂചനകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന ആരാണ് എന്താണെന്ന് അറിയാതെയാണ് അമ്മ ഈ ചിന്തിച്ച് കൂട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ കൃഷ്ണ പലവട്ടമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിലൂടെയൊക്കെ അലീന ആരാന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പിന്നീട് വൈജയന്തി എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. വൈകാതെ തന്നെ വരും. പിന്നെ മനുവിനോട് നമ്മുടെ ബാലചന്ദ്രൻ സത്യങ്ങൾ തുറന്നു പറയുന്ന എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്